2025 യൂണിയൻ ബഡ്ജറ്റ് ഇന്ന് പ്രഖ്യാപിച്ചു. മധ്യവർഗം സ്വപ്നം കണ്ട ബഡ്ജറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ ഒട്ടാകെ ബഡ്ജറ്റ് ആഘോഷിക്കുകയാണ്. പക്ഷേ ആ ഇന്ത്യയിൽ കേരളം ഇല്ല. ബഡ്ജറ്റിന് മുന്നേ വരെ കേരളം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ബഡ്ജറ്റിന് ശേഷം പലരും ഇക്കാര്യത്തിൽ സംശയം തോന്നി ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണും. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വയനാട് പാക്കേജും കേരളം അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാനും വിശാലാർത്ഥത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം. എല്ലാം വെറുതെയായി. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും സഹായങ്ങൾ ഒന്നുമില്ല. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കുന്നതിനായി 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. വയനാട് പുനരധിവാസം നടപ്പാക്കുന്നതിനായി 2,000 കോടി, പ്രവാസികൾക്കുള്ള പദ്ധതിക്കായി 300 കോടി, കാലാവസ്ഥാ വ്യതിയാനം കാരണം സംഭവിക്കുന്ന ദുരന്തങ്ങൾക്കായി 4,500 കോടി, റബ്ബറിന് താങ്ങുവില 250 രൂപയായി നിലനിർത്തുന്നതിന് 1,000 കോടി, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 2,117 കോടി, തിരുവനന്തപുരം RCCയുടെ വികസനത്തിനായി 1,293 കോടി, നെല്ലു സംഭരണത്തിന് 2,000 കോടി, തീരദേശത്തെ കടലാക്രമണവും തീരശോഷണവും നേരിടാൻ 2,329 കോടി, സിൽവർ ലൈൻ റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതികൾ, അങ്കമാലി ശബരി നിലമ്പൂർ നഞ്ചൻകോട് തലശ്ശേരി മൈസൂരു റെയിൽപാതകൾക്ക് അനുമതിയും ഫണ്ടും തുടങ്ങി 14 ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വച്ചത്. സുരേഷ് ഗോപി MP സഹായിച്ച് ഇതിലൊന്നുപോലും കിട്ടിയിട്ടില്ല. 25 ലക്ഷം കോടി രൂപ മറ്റു സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോഴാണ് ഏതാണ്ട് 40,000 കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത അവസ്ഥയുള്ളത്. വൻകിട പദ്ധതികളൊന്നുമില്ല. എയിംസ്, റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങി നിരന്തരമായ ആവശ്യങ്ങളൊക്കെ ഈ ബഡ്ജറ്റിലും നിരാകരിച്ചിരിക്കുകയാണ്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ലംഘിക്കുന്നതാണ് കേന്ദ്ര ബജറ്റിലെ സമീപനമെന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊരാശ്വാസമായിരുന്നു. അതിനുപോലും അർഹമായ വിഹിതം ബഡ്ജറ്റ് നീക്കിവെക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളം നേടിയ പുരോഗതി മുൻനിർത്തി കേരളത്തെ കേന്ദ്രം ശിക്ഷിക്കുകയാണ്. പുരോഗതി കൈവരിച്ചില്ലേ, അതുകൊണ്ട് ആ മേഖലയ്ക്കില്ല. എന്നാൽ പുരോഗതി കൈവരിക്കാത്ത മേഖലയ്ക്കുണ്ടോ, അതുമില്ലെന്ന അവസ്ഥയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തൃശൂരിന് സ്പെഷ്യൽ പാക്കേജ് വല്ലതും പ്രഖ്യാപിച്ചോ എന്നും ഇതുവരെ അറിവില്ല. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക പൊളിറ്റിക്കൽ മലയാളം.